വേറൊരു അനുഭവമുണ്ട്. കീഴേരി ഉസ്താദ് അവർകൾ, കീഴേരി ഉസ്താദ് അല്ല, മഹാനായ കാളമ്പാടി ഉസ്താദ് ജാമ്യയിൽ പഠിക്കുന്ന കാലത്ത് അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖോടുകൂടെ ഉസ്താദിന് ഒരു ചെറിയ ഖിദ്മത്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കളമ്പാടി ഉസ്താദിനോടുകൂടെ ജാമ്യയിൽ ഉണ്ടായിരുന്ന നാസർ ഫൈലി, നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ ഉസ്താദ് ഉണ്ടായിരുന്നു നാസർ ഫൈസി. ഇക്കാലത്തുള്ള ഫൈസിമാർക്ക് അറിയും. മൂപ്പരെ കല്യാണമുണ്ട് വയനാട്ടിൽ. ഉസ്താദ് എന്നോട് വരാൻ പറഞ്ഞു. ഞാൻ മഞ്ചേരി ആ ടൗണിലുള്ള പള്ളിയിൽ കാത്തുനിന്നു. ഉസ്താദ് അവിടേക്ക് വന്നു. ഉസ്താദ് ഞാനും അതിൽ കയറി യാത്ര പോയി. അങ്ങനെ യാത്രയുടെ ഇടയിൽ ഉസ്താദിന് മൂത്രമൊഴിക്കാൻ ഉണ്ടായി. ഉസ്താദ് മൂത്രമൊഴിച്ചു. ഉസ്താദ് മൂത്രമൊഴിക്കാൻ എവിടേക്ക് കയറുകയാണെങ്കിലും പള്ളിയിലെ ബാത്റൂമിൽ അങ്ങോട്ട് നടക്കും. കയറുന്ന സ്ഥലത്ത് തന്നെ മൂത്രമൊഴിക്കൂല, കുറച്ചാൽ നീണ്ടു നടക്കും. ആ എന്തിനാ ചെയ്യുക, അടുത്തുള്ള സ്ഥലത്ത് എപ്പോഴും ഉപയോഗം ഉണ്ടാകുമല്ലോ, അപ്പുറത്തേക്കാണ് നടക്കും. അങ്ങേ തലക്കലെത്തിയ ഉസ്താദ് ഇങ്ങോട്ട് നടന്നു. എന്നിട്ട് ഉസ്താദ് ഇങ്ങോട്ട് വന്നിട്ട് രണ്ടാമത്തെ ബാത്റൂമിൽ ഉസ്താദ് ഇരുന്നു. ഞാൻ വെറുതെ ഒന്ന് പോയി നോക്കി. അപ്പൊ അവിടെ രണ്ട് സ്ഥലത്ത് നിന്ന് മൂത്രയിക്കുന്നതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഉസ്താദ് കാറിൽ കയറി. ഉസ്താദ് ഒരു ചായ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ചായ കൊടുത്തു. ഉദൊക്കെ ഉണ്ടാക്കി ഒരു ചായ വാങ്ങി ഉസ്താദിന് കൊടുത്തപ്പോൾ ഉസ്താദ് എന്നോട് ചോദിച്ചു, മുസ്ലിയാരെ ഞാൻ അങ്ങോട്ട് പോണ ഉസ്താദ് കണ്ടിട്ടുണ്ട്, മുസ്ലിയാരെ ആ ബാത്റൂമിൽ നിന്ന് പാത്തുന്ന സ്ഥലം കണ്ടല്ലോ, എന്തിനാപ്പ അത് അവിടെ ഉണ്ടാക്കി വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് ഇരിക്കാൻ കഴിയാത്തവർക്ക് നിന്ന് മൂത്രയിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്താണ്ടായിരുന്നു. ഇപ്പോഴും ഓർമ്മയുണ്ട്. ഉസ്താദ് തലയെക്കെട്ട് ഊരി, ഉസ്താദിന്റെ നടുവിരൽ ഇങ്ങനെയാണ്. ഉസ്താദ് തലയെക്കെട്ട് ഊരി തലയിൽ കയ്യങ്ങോട്ട് വെച്ചാൽ പെരും തമാശ പറയാണ്ട് എന്നുള്ളൊരു അടയാളാണ്. എന്നാൽ ഇവിടുത്തെ കമ്മിറ്റിക്കാരൊന്ന് കാണുമോ മുസ്ലിയാരെ നിങ്ങൾ ചോദിച്ചു. ഞാൻ ചോദിച്ചു, എന്തിനാ? ഒരു ഹോട്ടൽ തുടങ്ങാൻ പറയണം ഇവിടെ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ ഉസ്താദ് ഹോട്ടല്? അല്ല, നോമ്പ് വിൽക്കാൻ കഴിയാത്തോണ്ടാകുമല്ലോ, ഓൾക്ക് ചോറും ചായയൊക്കെ കൊടുക്കാൻ. മനുഷ്യന്മാർക്ക് കഴിയാത്ത സംഗതികൾ ഉണ്ടാക്കി കൊടുക്കേണ്ട സ്ഥലമല്ല പള്ളി. അവിടെ വെച്ചുകൊണ്ട് സംസാരിക്കാം. അതൊരു തമാശയാണെങ്കിലും കുറെ ചിന്തിക്കാനെങ്കിലുണ്ട്. അന്നത്തെ യാത്രയിൽ 4ാമത്തെ വളവിൽ എത്തിയപ്പോൾ ഉസ്താദ് പറഞ്ഞൊരു വർത്താനാണ്. അന്ന് ഷെയ്ഖുന പൊന്മള ഫരീദ് ഉസ്താദ് അവർ വഫാത്തായി കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ. ഉസ്താദ് ഫരീദ് ഉസ്താദിന്റെ മഹത്വങ്ങൾ ഇങ്ങനെ പറയാണ്. 4ാമത്തെ വളവെത്തിയപ്പോൾ ഉസ്താദ് പറയാണ്, ഒരാൾ മരണപ്പെട്ടാൽ അതിന്റെ സ്ഥാനത്ത് നിർത്താൻ പറ്റിയ ഒരാളെ കാണുന്നില്ല. ഈ സമ്പ്രദായം തുടങ്ങിയത് മമ്പുറം തങ്ങളുടെ വഫാത്തിന് ശേഷം. മമ്പുറം തങ്ങൾ വഫാത്തായപ്പോൾ ഒരു 2ാം മമ്പുറത്തിന് അള്ളാഹു തന്നിട്ടില്ല. പറയാ, അതിന്റെ മുമ്പൊക്കെ ഒരാൾ വഫാത്തായാൽ അതേ സ്ഥാനത്ത് നിൽക്കുന്നവരോ അതിനേക്കാൾ മേലെ നിൽക്കുന്നവരോ അള്ളാഹു തന്നിരുന്നു. മമ്പുറം തങ്ങൾ വഫാത്തായതിന് ശേഷം ആ സ്ഥാനത്ത് നിൽക്കാൻ വേറെ ആളെ കണ്ടു തന്നിട്ടില്ല. പിന്നെ ഉസ്താദ് പറഞ്ഞു, കണ്ണിയത്ത് വഫാത്തായതിനു ശേഷം 2ാം കണ്ണിയത്തിന് അള്ളാഹു തന്നിട്ടില്ല. ആര്? കണ്ണിയത്ത് ഉസ്താദിന്റെ സീറ്റിലിരിക്കുന്ന ആള്. ഷംസുലുലമ വഫാത്തായപ്പോൾ 2ാം ഷംസുലുലമയെ അള്ളാഹു തന്നിട്ടില്ല. ഇത് തുടങ്ങിയത് മമ്പുറം തങ്ങൾ വഫാത്തിന് ശേഷം. പക്ഷെ CM വലിയുള്ളാഹി തങ്ങൾ വഫാത്തായതിനു ശേഷം അതേ ഷേമ്പിൽ 2 ആൾക്കാരുണ്ട്. സവിനമുണ്ടാകുന്നു. ഞാൻ ചോദിച്ചു, അതാരാണ്? ഒന്ന് കീശേരി മുഹമ്മദ് മുസ്ലിയാർ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ മുസ്ലിയാർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കുട്ടിക്കാലത്ത് ഞാൻ അവിടെ വന്നിരുന്നു. ഞാൻ വന്ന് കണ്ടത് കാതറാക്കന്റെ ഹെയർ ഓഫിലാണ്. അന്ന് അരിമ്പ്രസ്താദ് വീണ കഥ കാതറാക്ക പറഞ്ഞു. അരിമ്പ്രസ്താദ് വീണക്കൂടെ പറഞ്ഞാൽ ഞാൻ എന്താ കാട്ടേണ്ടി ചോദിച്ചു. കാരണം അതൊക്കെ ഉസ്താദിനോട് പറയാത്തന്നെ ഉസ്താദ് അത് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുസ്ലിയാരെ. പിന്നെ ഉസ്താദ് പറഞ്ഞു, കീശേരി മൈമൂലിയാരെ അതേ ഷേമ്പിൽ വേറൊരു മൈമൂലിയാരും ഉണ്ട്. ഞാൻ ദിശ പറഞ്ഞുതരാം. കണ്ണൂർ ഭാഗത്ത്. ലൊക്കേഷൻ ഞാൻ പറഞ്ഞിട്ടില്ല. അതെന്താ വലിയത് പറഞ്ഞൂടെ? നിങ്ങളൊക്കെ തേടി പിടിച്ചോളി. മൈമൂലിയാരുണ്ടായിരുന്നു. അങ്ങനെ നിന്നോട് കണ്ടിട്ടുണ്ടോ മുസ്ലിയാർ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലായിരുന്നു. കാണണം മുസ്ലിയാർ, അതൊക്കെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഷെയ്ഖുൽ ഉസ്താദ് വഫാത്തായി. കാളമ്പാടി വഫാത്തായി. വഫാത്തായതിന് ശേഷം പഠിച്ചോനെ കീഴേരി ഉസ്താദിനെ കണ്ടിട്ടുണ്ട്. കണ്ണൂരിലുള്ള ആ മൈമൂലിയാരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ വടകരയിൽ ഒരു പരിപാടി ഉണ്ടായപ്പോൾ ഞാൻ ഇതേമാതിരി തന്നെ നാസറാക്കിയും കൂടെ പോയി. അങ്ങനെ മൈമൂലിയാരെ തേടി. അങ്ങനെ നിലാമുറ്റത്ത് മൂപ്പരുണ്ടാവും എന്ന് പറയലുണ്ട്. നിലാമുറ്റത്ത് അന്വേഷിച്ചു, അവിടെ കാണില്ല. അങ്ങനെ പിന്നെ മൂപ്പര നാട് എന്നൊക്കെ പറഞ്ഞു. ആ നാട്ടിൽ അന്വേഷിച്ചു, അവിടെയും കാണില്ല. അവിടുത്തെ ആൾക്കാർ പറഞ്ഞു മലയിലുണ്ടാവും. അങ്ങനെ മലയെ പോയി നോക്കി. അവിടെ 3 ചെറിയ കുഞ്ഞു വീടുകളുണ്ട്. അതിലൊരു വീട് ഈ മൈമൂലിയാരതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ ആട്ടി വിടുന്നുണ്ട് മൂപ്പര്. അങ്ങനെ ഞങ്ങൾ എന്തായിരുന്നു, ഞാൻ നാസറാക്കനോട് പറഞ്ഞു, കാരണം ഞാൻ വായക്കാട് മൂലിയാരാണല്ലോ, എൻ്റെ നാട്ടുകാരനോട് നാസറാക്ക,
ഇന്ന ആ മൗലിയാർ ഇന്ന ആട്ടിയാൽ ഇന്ന വിലയിരുത്തല്ലോ നാസറാക്ക. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ കണ്ടല്ലോ, നമ്മൾ പോവുക. മൂല്യാൻ ആട്ട് എന്തായാലും നമ്മൾ കൊള്ളണ്ട, നമ്മൾ പോവാറുന്നു. നമുക്ക് രണ്ടാക്കും ആട്ട് കൊള്ളുന്നു പറഞ്ഞു. അപ്പോൾ നാസറാക്ക പറഞ്ഞു നമുക്ക് കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. അങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങോട്ട് അടുത്ത് തിരിഞ്ഞു ഞങ്ങളെ കൊള്ള തിരിഞ്ഞിട്ട് മൂപ്പർ ചോദിച്ചു, ഇപ്പൊ ഇങ്ങനെ വന്നിക്കാണ് കാളമ്പാടി മൈമൂലിയാരൊക്കെ വഫാത്തായിട്ട് എത്ര ആയി മൂലിയാരേ? ഓ വലിയ കൊല്ല് വന്നിക്കണം എന്നിട്ട് ഇങ്ങനെ നമ്മളെ കളിയാക്കി. അവൻ ഞാൻ നാസറാക്കനോട് പറഞ്ഞ അഡ്രസ്സ് റെഡിയാണെന്ന് തോന്നുന്നു, നമ്മൾ പോയി നോക്കാറുണ്ട്. ഉസ്താൻ്റെ അടുത്ത് പോയി അന്ന് അവിടെ കുത്തിയിരുന്നു. മഗ്‌രിബ് ബാങ്ക് കൊടുത്തതിൻ്റെ ശേഷമാണ് അവിടെ നിന്ന് പോരുന്നത്. ഞാൻ മൈമൂലിയാരെ കുറെ ആളുകൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവും. അള്ളാഹു അവരൊക്കെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അവരിപ്പോഴും ഹയാത്തിലുണ്ട്.